നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. എന്താണ് ഗൂഗിൾ മാപ്പിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ്, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നമുക്കിവിടെ കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വേറെയും കുറേ സെറ്റിങ്സ് കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ഡ്രൈവിങ്ങിനിടയിലാണ് ഗൂഗിൾ മാപ്പ് അധികവും ഉപയോഗിക്കുന്നത്. ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അനൗൺസ്മെൻറ്റ് വരും. ഇന്ന ഭാഗത്തേക്ക് ടേൺ ചെയ്യാനൊക്കെ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വരും. അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ ഫോൺ വരുന്നത് നമ്മൾ അറിയില്ല. അതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്താൽ ആ കോളുകൾക്കിടയിലും ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നൊരു സെറ്റിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഗെറ്റ് മെസ്സേജിങ് ഹെൽപ്പ് വൈൽ ഡ്രൈവിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ചെയ്തു കൊടുത്താൽ ഇൻകമിങ്ങിൽ വരുന്ന മെസ്സേജും കോളുകളും ഒക്കെ ഗൂഗിൾ മാപ്പിനകത്ത് വരുന്ന വോയിസുകളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.